നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി ഗ്രീഷ്മ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ നോട്ടീസ്. ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദീകരണം തേടി. കുറ്റകൃത്യം സംഭവിച്ചത് തമിഴ്നാട്ടിലാണ്, അതിനാൽ വിചാരണ തമിഴ്നാട്ടിലാണ് നടത്തേണ്ടത്. നിലവിലെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നിയമപരമായ വിചാരണ ഉറപ്പാക്കുന്നില്ല എന്നുമാണ് ഗ്രീഷ്മയുടെ ഹർജിയിലെ ആവശ്യം. കേസിലെ മറ്റു പ്രതികളായ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ സുകുമാരൻ നായർ എന്നിവരാണ് മറ്റു ഹർജിക്കാർ. 2022 ഒക്ടോബർ 31 ഗ്രീഷ്മയെ പാറശാല സ്വദേശി ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സൈനികനുമായുള്ള വിവാഹം ഉറപ്പിച്ചിട്ടും മുൻ കാമുകനായ ഷാരോൺ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാതെ വന്നപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലക്കി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. കുറ്റകൃത്യത്തിന് സഹായികളായതിന് തെളിവ് നശിപ്പിച്ചതിനും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവർക്കും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. 2 മാസം മുൻപാണ് 1 ലക്ഷം രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിന്റെ വ്യവസ്ഥയിൽ ഗ്രീഷ്മ ജയിൽ മോചിതയായത്. വിചാരണ കോടതിയിൽ കേസ് പരിഗണിക്കുന്ന ദിവസങ്ങളിലെല്ലാം പ്രതി ഹാജരാകണം. നിലവിലെ വിലാസവും ഫോൺ നമ്പറും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറണം. വിചാരണയിൽ ഇടപെടുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ചെയ്യരുതെന്നും കോടതിയുടെ നിർദ്ദേശത്തോടെയായിരുന്നു ഗ്രീഷ്മ ജാമ്യത്തിലിറങ്ങിയത്. അതേസമയം ഷാരോൺ രാജിനെ കാമുകി ഗ്രീഷ്മ വിഷം കൊടുത്തു കൊന്ന കേസ് തെളിയിക്കാൻ കാരണക്കാരായത് ഷാരോണിന്റെ അച്ഛന്റെ അനുജന്റെ മകനും അയൽവാസിയുമായ സജിനും ഷാരോണിന്റെ സഹോദരൻ ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ രാജും നടത്തിയ നീക്കങ്ങളായിരുന്നു. പോളിടെക്നിക് കഴിഞ്ഞ സജിൻ ഷാരോണിന്റെ വീടിനോട് ചേർന്നാണ് താമസിക്കുന്നത്. ജ്യൂസ് കുടിച്ച് ഷാരോണിന് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ സജിൻ എവിടെ നിന്നാണ് ജ്യൂസ് കുടിച്ചതെന്ന് ചോദിച്ചു. കടയിൽ നിന്നായിരുന്നു എന്നായിരുന്നു മറുപടി. ഗ്രീഷ്മയുമായുള്ള പ്രണയം അറിയാവുന്ന സജിനാണ് പലപ്പോഴും ഷാരോണിനെ ഗ്രീഷ്മയുടെ വീട്ടിൽ ബൈക്കിൽ കൊണ്ടുപോയിരുന്നത്. ഷാരോണിനെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ സജിനെയാണ് ഗ്രീഷ്മ വിളിച്ചിരുന്നത്. ഇരുവരും തമ്മിൽ ഇടയ്ക്ക് അകന്ന കാര്യമെല്ലാം അറിയാമായിരുന്ന സജിൻ സംഭവ ദിവസം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് റെജിനെ വിളിച്ചു. കടയിൽ നിന്നും ജ്യൂസ് കുടിച്ചില്ലെന്നും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായവും ജ്യൂസും കുടിച്ചെന്ന് ഷാരോൺ പറഞ്ഞതായും റെജിൻ പറഞ്ഞു. കഷായം കുടിച്ച കാര്യം സമ്മതിച്ചില്ലെങ്കിലും ജ്യൂസ് കുടിച്ച കാര്യം ഷാരോൺ സമ്മതിച്ചു. തുടർന്ന് സജിൻ ഗ്രീഷ്മയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഏത് കഷായമാണ് എന്ന് ചോദിച്ചപ്പോൾ പേരറിയില്ല എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി. ജ്യൂസ് ഏതെന്നും ചോദിച്ചപ്പോൾ വ്യത്യസ്ത പേരുകൾ പറഞ്ഞു. ആയുർവേദ ഡോക്ടറായ ഷിമോൺ രാജ് ചോദിച്ചപ്പോഴും മരുന്ന് സംബന്ധിച്ച വ്യത്യസ്ത മറുപടികളാണ് ലഭിച്ചത്. തന്റെ കസിനായ ഫിസിയോതെറാപ്പിസ്റ്റിന് ആയുർവേദ ഡോക്ടറുമായി സൗഹൃദമുണ്ടെന്നും അദ്ദേഹം കഷായം കുപ്പിയിൽ ഒഴിച്ചു നൽകിയെന്നും ഗ്രീഷ്മ പറഞ്ഞു. ഇതെല്ലാം കുടുംബത്തിന്റെ സംശയം വർദ്ധിപ്പിച്ചു. ഷാരോൺ അവശനായി ആശുപത്രിയിലെത്തിയതോടെ കുടുംബം ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പരിശോധിച്ചു. സംശയമുള്ളവ ശേഖരിച്ചു. വീണ്ടും ഗ്രീഷ്മയുമായി സംസാരിച്ചു. ഷാരോൺ മരിച്ചതോടെ മരണത്തിൽ സംശയമുന്നയിച്ച് പോലീസിനെ സമീപിച്ചു. ശേഖരിച്ച ചാറ്റുകളും ശബ്ദ സന്ദേശവും മാധ്യമങ്ങൾക്കും പോലീസിനും കൈമാറി. അവൾ എന്നോട് അങ്ങനെ ചെയ്യില്ലടാ. ഷാരോൺ അവശ്യ നിലയിലായത് ഗ്രീഷ്മ നൽകിയ കഷായത്തിൽ ആസിഡ് കലർത്തിയിട്ടാണെന്ന് ബന്ധുക്കൾ പറഞ്ഞപ്പോൾ മരണക്കിടക്കയിലും ഷാരോണിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 14 അവശ്യ നിലയിലായപ്പോൾ മുതൽ അടുത്ത ബന്ധുക്കളും മാതാപിതാക്കളും ഷാരോണിനോട് എന്തെങ്കിലും കുടിച്ചോ എന്ന് ചോദിച്ചിരുന്നു. ജ്യൂസ് കുടിച്ചതായാണ് പ്രശ്നമായെന്ന് ഷാരോൺ പറഞ്ഞെങ്കിലും ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത് ആദ്യം മറച്ചുവെച്ചു. പിന്നീട് ജ്യൂസ് കുടിച്ച കാര്യം പറഞ്ഞെങ്കിലും കഷായത്തിന്റെ കാര്യം പറഞ്ഞില്ല. മുൻപ് ഗ്രീഷ്മയ്ക്കൊപ്പം പോയപ്പോൾ കാലാവധി കഴിഞ്ഞ ജ്യൂസ് കുടിച്ചതും ഛർജിച്ചതും ഷാരോൺ വീട്ടിൽ പറഞ്ഞിരുന്നു. 17 ആരോഗ്യനില വഷളായെങ്കിലും കഷായത്തിന്റെ കാര്യം ഷാരോൺ പറഞ്ഞില്ല. കഷായം കുടിച്ചതിന്റെ പിറ്റേന്ന് വായ പൊള്ളി അടർന്നിരുന്നു. തൊണ്ടവേദന കാരണം വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പരിശോധനയിൽ ഡോക്ടർമാർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ആസിഡ് പോലുള്ള വസ്തു ഉള്ളിൽ പോയിരിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വായ മുതൽ തൊണ്ടയുടെ അടിഭാഗം വരെ പൊള്ളിയിരുന്നു. ആദ്യം വൃക്കകൾ തകരാറിലായി. ഗ്രീഷ്മയുമായി സ്ഥിരമായി ജ്യൂസ് കുടിക്കുമായിരുന്ന കാര്യം അറിയാമായിരുന്ന വീട്ടുകാർ ഗ്രീഷ്മ എന്തെങ്കിലും വിഷം വസ്തു തന്നോ എന്ന് ചോദിച്ചെങ്കിലും ഷാരോൺ നിഷേധിച്ചു. അവൾ അങ്ങനെ തന്നിട്ടില്ലെന്നും തന്നെ അപായപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കില്ല എന്നുമാണ് ഷാരോൺ പറഞ്ഞത്. അവസാനം നടത്തിയ വാട്സപ്പ് ചാറ്റിലും തനിക്കൊന്നുമില്ലെന്നും വിഷമിക്കരുത് എന്നും പറയുന്ന ഷാരോൺ തന്നെ വിട്ടുപോകരുതെന്നും ഗ്രീഷ്മയോട് ആവശ്യപ്പെടുന്നുണ്ട്. തീരെ അവശനായതോടെ ഡോക്ടർ പോലീസിൽ വിവരം അറിയിച്ചു. മജിസ്ട്രേറ്റ് എത്തി മൊഴി രേഖപ്പെടുത്തി. തന്നെ അപായപ്പെടുത്താൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നാണ് ഷാരോൺ പോലീസിനോട് പറഞ്ഞത്. കഷായം കുടിച്ച കാര്യം അപ്പോഴും വെളിപ്പെടുത്തിയില്ല. പിന്നീട് പെൺകുട്ടി വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് കഷായത്തിന്റെ കാര്യം പുറത്തു വരുന്നത്.
താൻ കുടിക്കുന്ന കഷായത്തിന്റെ കയ്പ് മനസ്സിലാക്കാൻ ഷാരോണിന് കൊടുത്തതെന്നായിരുന്നു പെൺകുട്ടിയുടെ ഷാരോണിന്റെ കുടുംബത്തോട് പറഞ്ഞത്. കുടുംബം ഷാരോണിന്റെ ഫോൺ രേഖകൾ ശേഖരിച്ചത് കേസിൽ നിർണായകമായി. ഓരോ ഘട്ടത്തിലും പുതിയ വെളിപ്പെടുത്തലുകൾ കുടുംബം നടത്തി. ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും ഷാരോൺ ഡിലീറ്റ് ചെയ്യാത്തതും അന്വേഷണത്തിന് സഹായകമായിരുന്നു.